അളിയാ, കല്യാണ ഒരുക്കങ്ങളൊക്കെ എന്തായി? ഒരുക്കങ്ങളെല്ലാം നന്നായി നടക്കുന്നു. അവന്റെ കാര്യം എന്തായി? ആദ്യം അത് പറ അളിയാ. ലെഫ്റ്റിലെ പൊട്ടി അവനെ കുഴിച്ചു മൂടി. ശിവദാസന്റെ മോനെ കൊന്നോ? താങ്ക്സ് അളിയാ, താങ്ക്സ്. അവൻ മോശമാണെങ്കിൽ ഗോച്ച അതിലും മോശമാ. ഏയ് ദേവി, നിന്റെ കുരുവിയെ കൊന്നു കളഞ്ഞെന്ന്. അവനിനിയും ചത്തില്ല. നമ്മുടെ ഏരിയയിൽ തന്നെ വന്നുപെട്ടു. എന്താടാ ഗോച്ച, ഭൂമിക്കടിയിൽ പോയവൻ കൊടുങ്കാറ്റ് പോലെ വന്നോ നോക്കുവാണോ? പുലി എപ്പോഴും കൊടുങ്കാറ്റ് പോലെ. നീ എന്തോ ആണാണെങ്കിൽ വരാൻ പറഞ്ഞല്ലോ. ദാ ഇപ്പൊ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. എന്താടാ ആണെന്ന വാക്കിന്റെ അർത്ഥം അറിയോടാ നിനക്ക്? ഇങ്ങനെ 5 അടി ഗ്യാപ്പിൽ 6 അടി ഉയരത്തില് കൂട്ടാളികളുമായി വരുന്നതല്ല. എവിടെയും എപ്പോഴും എങ്ങനെയും കണ്ണില് തീയോടെ കയ്യിൽ കരുത്തോടെ നെഞ്ചിലുറപ്പോടെ ഒറ്റയ്ക്ക് ഇന്ന് ജയിക്കുന്നവനുണ്ടല്ലോ, അവനാടാണ്. അതിനൊക്കെ ചെറുപ്രായത്തിൽ അമ്മയുടെ മുലപ്പാൽ കുടിക്കണം. നിന്നെ പോലെ കഴുതപ്പാൽ കുടിച്ചിട്ടൊന്നും കാര്യമില്ല. ഏയ്, എന്താടാ കഴുതയെ പോലെ അമർന്ന്? എല്ലാം ശരിയായിട്ട് ചെയ്തിട്ട് അവസാനം ഒരു തെറ്റ് ചെയ്ത് കണ്ടോ? മോനോട് അച്ഛനെ പറ്റി പറഞ്ഞില്ലേ? സൂപ്പർ മാറ്റർ. ഏയ്, ഞങ്ങൾ അച്ഛന്മാര് പറയുന്ന കേൾക്കില്ല, അത് പ്രായത്തിന്റെ. എന്നാൽ ആ അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ആര് പറയുന്നത് കേൾക്കില്ല, അടിച്ച് പെരുത്ത് കളയും. അവനോടാണ്. അതൊക്കെ നിന്നെ പോലെ ഒരുത്തനങ്ങനെ മനസ്സിലാവാൻ. മലേഷ്യ കോച്ചയെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഇത് കൊച്ചിയാ. ഇവിടെ ഞാൻ ആരാണെന്നറിയാമോടാ? ഡേയ്, ഇതെല്ലാം കണ്ടിട്ട് ഞാൻ ആരെന്നും മനസ്സിലായില്ലേ? കാട്ടിൽ ഞാൻ സിംഹം, ആകാശത്തിൽ ഇടി, കടലിൽ സ്രാവ്, കാറ്റാണ് ചുഴലിക്കാറ്റ്. ചുമ്മാ ചുറ്റി ചുറ്റി അടിക്കും. എവിടാ എന്റെ അച്ഛൻ? നിന്റെ അച്ഛനല്ലേ? അതാ അവിടെ ചോദിക്കേ. നല്ലോണം നോക്കടാ. നമ്മുടെ നാട്ടിലെ ആളുകളെ പോലെയല്ല, നിറയെ എരിവ് അടിക്കുന്നവരാ. ചിന്തിക്കത്തേയില്ല. എന്റെ എതിര് നിന്ന് സംസാരിച്ച ശത്രുവാണെന്ന് കരുതി കൊന്നുകളയും. അതിന് ശേഷമേ ആരാണെന്ന് ചോദിക്കൂ. ഇപ്പൊ മനസ്സിലായോടാ? ഇത് കൊച്ചിയാ. എന്തോ ആകാശം എന്നോ ഇടിയെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഇടിക്കടാ, ഇടിക്കാൻ. ഏയ്, ഇടിക്ക് മുമ്പേ ഒന്നും വരില്ലേ? മിന്നൽ 10 സെക്കൻഡേ ഉള്ളൂ, പക്ഷെ പവർ 10 ലക്ഷം വാട്ട്സിന് മുകളിലാ. കാണണോ? ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സർ, ഗോച്ച. അതെ, ഗോച്ച. അവനെയല്ലേ ആ ശിവദാസന്റെ മകൻ തല്ലിച്ചതച്ചത്? എന്റെ നാട്ടിൽ വന്ന് എന്റെ പാർട്ട്ണർ ഒരുത്തനെ അടിച്ചെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം അവന്? ആട്ടെ, നീ ഡോക്ടറാ? പോലീസ് സർ. പോലീസ്? അപ്പൊ ഹോസ്പിറ്റലിൽ നിനക്ക് എന്താടാ പണി? പോയി കണ്ടുപിടിക്കണം അവനെ. ആദ്യം കോച്ചൊക്കെ എങ്ങനെയുണ്ട് നോക്കാം, വാ. എവിടെ ചെന്നാലും ചെന്ന കാര്യം മറന്നിട്ട് സംസാരിച്ചോണ്ട് എന്താടാ ഇത്? യോഗാസനം ചെയ്യുക. മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ അല്ല സാർ, മെഡിക്കൽ മിറാക്കിളായത്.
അടിച്ചടി അങ്ങനെ. ഓ മലേഷ്യക്കാരല്ലേ അവർ? അടിച്ചവർ സാധാരണക്കാരല്ല. ജീവൻ മാത്രം ബാക്കി വെച്ച് മിച്ചമുള്ളതെല്ലാം എടുത്തു. വിട്ടാൽ കമ്പനിയും കുളം തോണ്ടുമെന്ന് തോന്നുന്നു. ഇവരുടെ അവസ്ഥ ഇതാണ്. സർ 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 പ്ലീസ് ഡോണ്ട് ടച്ച് ഹിം. എന്റെ പാർട്ണർ ഒരുത്തൻ അടിച്ചു അറിയാമോ? സാർ ഒരാൾ അടിച്ചെന്ന് കള്ളം പറയാതെ. മിനിമം 100 പേര് അടിച്ചാലേ ഇങ്ങനൊരു അവസ്ഥ വരൂ. മതി, നിർത്ത്. സാർ നിങ്ങൾ കണ്ടായിരുന്നോ? ഞാൻ കണ്ടടാ, ഞാൻ കണ്ട്. നിങ്ങൾ എന്തോ കണ്ടോ എന്തോ പറയുന്നു. ഏയ് ഞാനല്ലേ കണ്ടെന്ന് പറഞ്ഞേ. ഇത് ചിലപ്പോ നിങ്ങളുടെ ഹോസ്പിറ്റലായിരിക്കും. പക്ഷെ ഞാൻ ഇവിടെ ഡോക്ടർ. ഇദ്ദേഹത്തെ ആരും അടിച്ചതല്ല. ഇതിലെന്തോ കളിയുണ്ട്. ചേച്ചി 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 പറ ചേച്ചി, അവൻ വന്നില്ലേ? ആരെന്നാ? ശിവദാസന്റെ മോൻ. ശിവദാസന്റെ മോൻ. അവനെ നിങ്ങൾ കൊന്നു കളഞ്ഞില്ലേ? മരിച്ചവൻ എങ്ങനെ തിരിച്ചു വരും? ഇല്ല ഇല്ല ഇല്ല, കള്ളം. അവൻ വന്നു ഇടിച്ചു അല്ല, വന്നിട്ട് ഇടിച്ചിട്ടു. എന്ത്? ട്രെയിന് വന്നിട്ട് ഇടിച്ചിട്ടു. ട്രെയിൻ ഇടിച്ചെന്നോ? ആ ചേട്ടാ, അളി എന്നോട് ഫോണിൽ സംസാരിച്ചു. അത് കാരണം ഇതൊക്കെ നടന്നത്. സംസാരിച്ചോണ്ട് ലെവൽ ക്രോസ് മുറിച്ച് പോയപ്പോ പുറകിൽ നിന്ന് ട്രെയിൻ വന്നത് കോച്ച് അറിഞ്ഞില്ല. ഇവരെല്ലാം രക്ഷിക്കാൻ വേണ്ടി ഓടിച്ചെന്നു. കണ്ണടച്ച് കണ്ണ് തുറക്കുന്നതിന് മുമ്പേ എല്ലാം കഴിഞ്ഞിരുന്നു. കള്ളം പറയാ, കള്ളം പറയുവാ. അതൊന്നല്ല, നിന്നോട് ഞാൻ പറയുന്നത് അവര് ട്രെയിനാണ് ഇടിച്ചത്. കൊച്ചി വാസുവിന്റെ കോട്ടയാ. ഞാൻ അറിയാതെ ഒരുത്തിനോട് വിശ്വസിക്കേ. ചുമ്മാതിരിക്കേ. ശിവദാസന്റെ മോൻ മരിച്ചു. അവന് ഗോച്ചിയെ കൊന്നു. ഞാൻ അവന് ചെയ്ത ബിസിനസ് ഡീറ്റെയിൽസ് എല്ലാം അവനല്ലേ അറിയൂ. ലാപ്ടോപ്പിലുണ്ട് സാർ. ലാപ്ടോപ്പ് എന്നാ പാസ്വേഡ് എനിക്ക് അറിയില്ല സാർ. ഞാൻ അദ്ദേഹത്തിന്റെ PA സാർ. എനിക്ക് ബിസിനസ് ഡീറ്റെയിൽസ് മാത്രമേ അറിയൂ സാർ. ഡോക്ടർ വാ. എന്റെ പാർട്ണർ ഗോച്ചയ്ക്ക് എപ്പോ ബോധം വരും? സാർ ബോധം എപ്പോ വേണേലും വരും. എപ്പോ വേണേലും പോവുകയും ചെയ്യും. ഉടനെ വരണം. പക്ഷെ പോകാൻ പാടില്ല. എന്റെ കോച്ചയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാം. ഹോസ്പിറ്റൽ എന്റെ വീട്ടിലേക്ക് മാറ്റ്. ഏയ് വേഗം ഇങ്ങോട്ട് വാ. പുറപ്പെടാം. ഡേ എന്താടാ, ആശുപത്രി തന്നെ ഇരിക്കാൻ പോണോ? ചേട്ടാ നമ്മുടെ മുരുകേശൻ. മുരുകേശൻ. അവനെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. ഡേയ് എന്താടാ വെറുതെ വിടാൻ പാടില്ലാത്ത? മുരുകേശ ചേട്ടാ. ഏയ് വേഗം പുറപ്പെടുന്നോ ഇല്ലയോ? പോവാം. അണ്ണൻ മുകളിലുണ്ട്. ശരി. വാടി. ചേട്ടൻ എന്ത് പറ്റി? ട്രെയിൻ ആക്സിഡന്റ്? ട്രെയിൻ അല്ല ഇടിച്ചേ, ആ കുരുവിയെ ഇടിച്ചിട്ടേ. കുരുവിയോ? അവൻ മരിച്ചില്ലടി, ജീവനോടെ ഉണ്ട്. ചേച്ചി, നിനക്ക് വേണ്ടി ജനിച്ചവൻ അവനാ. ഗോച്ചയെ എതിർക്കുന്നവനും അവനാ. അവന്റെ കുടുംബത്തിന് നിന്റെ ചേട്ടൻ ചെയ്ത ദ്രോഹം കുറച്ചൊന്നും അല്ല. ശിവദാസന്റെ മോനെ കണ്ടുപിടിച്ച് കൊന്നു എന്നല്ലേ പറഞ്ഞത്? നമുക്ക് അവസാനം വരെ കോറിയും കോട്ടവാസവും തന്നെ. വേണു, നിന്നെ കൊന്നു എന്നല്ലടാ പറഞ്ഞത്? ആ ഗോച്ചേനെ കൊല്ലണമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ അവനടിച്ച് ശരിയാക്കി. ഗോച്ചയെ നീയാണോ അടിച്ചത്? ഗോച്ചയെ നീയാണ് അടിച്ചതെന്ന് കോട്ടവാസം അറിഞ്ഞ? കുറച്ച് ശബ്ദം ഉയർത്തി സംസാരിച്ചെന്ന് വെച്ചോ, കണ്ടില്ലേ? ആശുപത്രി തന്നെ. നീ ഇവിടെ വരാൻ പാടില്ല, വന്നാ തിരിച്ചു പോകാൻ പറ്റില്ല. അവന്റെ കണ്ണിപ്പെടാതെ ഞാൻ നോക്കിക്കോളാം. നിന്റെ അച്ഛന് നിന്നോട് ഒരുപാട് സ്നേഹം. അച്ഛൻ എനിക്ക് വേണ്ടി ജീവൻ കളയും. പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ അച്ഛന് വേണ്ടി ജീവൻ കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും എന്റെ അച്ഛനെ നാട്ടുകാരെ രക്ഷപ്പെടുത്താതെ പിന്മാറില്ല ഈ വേണുഗോപാൽ. ഇറങ്ങ് എല്ലാരും ഇറങ്ങ്. ഇന്നലെ തലയ്ക്ക് അടി കിട്ടിയവനും മുറിവുള്ളവനൊക്കെ അവനവന്റെ സ്ഥലത്തേക്ക് പോടാ. വേണുവാ. ആ കട്ടിലിന്റെ മേലിൽ കിടക്കുന്നില്ല ഒരുത്തൻ, അവനാണ് കൊച്ചി രാജൻ. ഉറക്കം വന്നോടാ? കാല് തടവാൻ പറഞ്ഞാൽ ഉറങ്ങുന്നോ? പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? കൊന്നുകളെ ഞാൻ. കണ്ടോ ആ ദുഷ്ടനെ? ആ കൊച്ചുകുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ടോ? എന്നും അവന്റെ കാല് തടവല്ല കുട്ടിയുടെ പണി. കൊച്ചുകുട്ടിയെ പൊള്ളിച്ചോ? നീയൊക്കെ ഒരു മനുഷ്യനാണ്. എന്റെ അമ്മോ, പോയല്ലോ നാശം.
നിർത്തിയടാ. ആരാടവരൊക്കെ? എല്ലാരും ആശുപത്രിയിൽ നിന്ന് വന്നാ ചേട്ടാ. ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുവാ. ഇവനാരാ? മുരുകേശൻ, ഡ്രില്ലർ മുരുകേശൻ. മുരുകേശനോ? ചേട്ടാ, നിങ്ങൾ ദിവസം ഒരുപാട് പേര് ഉപദ്രവിക്കുന്നുണ്ടല്ലോ. അവരെല്ലാം ആശുപത്രിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു. മുരുകേശൻ തന്നെ ചേട്ടാ. ഏട്ടാ എന്റെ ഏട്ടൻ വന്നു. ഏട്ടാ ഏട്ടാ സുഖമായ ഏട്ടാ? അസുഖം എങ്ങനെയുണ്ട്? ഇവളുടെ ചേട്ടനാ. എന്താ മോളെ, നിനക്ക് പറയാറുന്നില്ലേ മോളെ നിന്റെ ചേട്ടൻ ആസ്പത്രിയിലാണെന്ന്? ഞാൻ വന്ന് കിടക്കാമായിരുന്നല്ലോ കൂട്ടിനെ. എന്താടാ കൈ മുറുക്കുന്നേ, കണ്ണു തുറിക്കുന്നേ? വീണ്ടും ആസ്പത്രിയിൽ പോകണോ? ചേട്ടാ, ഞാൻ നോക്കിക്കോളാം ചേട്ടാ. ഇവനെ ആശുപത്രിയിൽ പോയ കാര്യം നിനക്ക് ഓർമ്മയില്ലേ? പോയിണ്ട, ഇവിടുന്ന് പോയിണ്ട. അവന്റെ ശക്തി മുമ്പ് എല്ലാരും കണ്ടതല്ലേ. വീണ്ടും ആശുപത്രി പോണോ? ഞാൻ നിന്റെ മുരുകേശനാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ നോക്കുമ്പോ നീ എന്നെ തന്നെ കൊടുക്കാൻ നോക്കുന്നു. അച്ഛനെ ഒന്ന് കണ്ടുപിടിക്കുന്നവരെ സമാധാനമായിട്ട് ഇരിക്കും. കൂട്ടിക്കൊണ്ട് പോടാ, പോയി തൊലയി. ആക്സിഡന്റ് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ബാഡ് ലക്ക്. ട്രീറ്റ്മെന്റ് അങ്ങനെ പോകുന്നു. മിനിസ്റ്റർ ഒന്ന് അറിയിച്ചേര്. കല്യാണം ഇപ്പോഴില്ല. ഞാൻ പിന്നെ വിളിച്ചോളാം. കല്യാണം ക്യാൻസൽ ചെയ്തോ? താങ്കൾ അറിയിച്ചാൽ മതി, ഞങ്ങൾ അപ്പോൾ വരാം. ഓക്കെ, ശരി. നമസ്കാരം. നടക്കും. ആര് വേണമെന്ന് വിചാരിച്ചാലും ചേട്ടാ, ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കില്ല. അവള് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കും അല്ലേ? എനിക്കറിയാം. അവൻ വരും, വന്നവളെ കൂട്ടിക്കൊണ്ട് പോകും. ജോൽസിൻ പറഞ്ഞു മനസ്സിലായില്ലേ? ജോൽസിനല്ല, ഞാനാ പറയുന്നത്. ഇന്ന് തന്നെ നടക്കും. നിങ്ങളൊക്കെ ഒന്ന് ഞാനും ചാവും. നീ എന്തിനാ ചാവുന്നേ? ഇന്ന് തന്നെ കല്യാണം. ജോൽസിനെ ഇന്ന് തന്നെ നടത്തണം. എന്തായാലും ചെല്ല്. ചെല്ല്, വേഗം ചെല്ല്. എല്ലാം ശരിയാക്കും. എന്താ നിങ്ങളൊക്കെ ചെയ്യുന്നേ? ഒന്ന് വേഗം ചെല്ല്. ഇന്ന് തന്നെ കല്യാണം. മുരുകേശ, ഇതാ ഞങ്ങളുടെ കൊട്ടാരം. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന ഇവിടെ കൊണ്ട് പൂട്ടിയിടും. ആ ജയിലിൽ നിന്ന് പോന്ന ഈ ജയിൽ. ഏട്ടന്റെ മേലുള്ള എല്ലാ ദൃഷ്ടിദോഷങ്ങളും കാര്യദോഷങ്ങളും മാറിപ്പോകട്ടെ. ഏട്ടാ, ഇതിൽ തുപ്പ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ? അതാ. ഞാൻ എന്റെ ചേട്ടനല്ല മോളെ. അറിയാം ഏട്ടാ, എന്റെ ഏട്ടൻ ഇപ്പം ജീവിച്ചിരിപ്പില്ലെന്നും എനിക്കറിയാം. നിങ്ങളെ തൊട്ടപ്പോ തന്നെ മനസ്സിലായി നിങ്ങൾ എന്റെ ഏട്ടനല്ലെന്ന്. ദൈവം വന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് എന്റെ ഏട്ടൻ അടിക്കടി പറയുമായിരുന്നു. ഏട്ടൻ പറഞ്ഞതിനിയാ നടക്കാൻ പോകുന്നത്. ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വന്ന ദൈവം നിങ്ങളാണോ?